മലയാളം ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലായ കുടുംബവിളക്ക് എന്ന് പറഞ്ഞ സീരിയൽ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡ് പുറത്തു വന്നിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചാണ്. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഇന്നലെ എപ്പിസോഡ് അവസാനിച്ച രംഗം തന്നെയാട്ടോ. അതായത് നമ്മുടെ സുമിത്ര സ്വരമോൾക്ക് ഫുഡൊക്കെ വാരി കൊടുക്കുകയായിരുന്നു. അപ്പോൾ സ്വരമോൾ നമ്മുടെ സുമിത്രയെ ബുക്കി ഒരുപാട് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഇതുപോലെ ഒരു അമ്മൂമ്മ മതിയായിരുന്നു, എൻ്റെ അമ്മൂമ്മ ഇതൊക്കെ കണ്ട് പഠിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ സുമിത്ര ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയായിരുന്നു കേട്ടോ, എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഇതുപോലെ കൊച്ചുമക്കളൊക്കെ കണ്ട് സന്തോഷത്തോടെ ഇരിക്കാമെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കായിരുന്നു. എന്നിട്ട് നേരെ കാണിക്കുക നമ്മുടെ രഞ്ജിതയുടെ ഓഫീസ് കേട്ടോ. രഞ്ജിത ഓഫീസിൽ ഇരിക്കുമ്പോൾ നമ്മുടെ പൂജമോളാണെങ്കിൽ ഇടിച്ചു കയറി അകത്തോട്ട് വന്നിട്ട് പറയുകയാണ് കേട്ടോ, മാഡം എന്നെ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ രഞ്ജിത നമ്മുടെ പൂജയോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയാട്ടോ, നീ എന്ത് തോന്നിവാസം കാണിച്ചെന്ന് ചോദിക്കണേ, നിനക്കൊരു മര്യാദ ഇല്ല, നിനക്കൊരു മാനേഴ്സ് അറിയത്തില്ല എന്നൊക്കെ ചോദിക്കണം. അപ്പം പൂജ ചോദിക്കുന്നുണ്ട്, ഞാനതിനൊന്നും ചെയ്തിട്ടില്ല മാഡം എന്ന് പറയുമ്പോൾ, നീ ഇങ്ങോട്ട് കയറി വന്നത് എങ്ങനെയാണ്, ഞാൻ നിൻ്റെ ബോസാണ്, നീ എൻ്റെ സബോർഡിനേറ്റ്, നിനക്ക് ആ ഒരു ചിന്ത എപ്പോഴും വേണം, അല്ലാതെ നിനക്ക് തോന്നിവാസം ഇങ്ങോട്ട് കയറി വരാം, ഇത് നിൻ്റെ മാർക്കറ്റോ അല്ലെങ്കിൽ ചന്തയൊന്നുമില്ല, ഇവിടെ അനുവാദം ചോദിച്ചിട്ട് മാത്രമേ കയറി വരാൻ പറ്റത്തുള്ളൂ എന്ന് പറയത്തുള്ളൂ. അപ്പം നമ്മുടെ അരവിന്ദനാണ് അങ്ങോട്ട് കയറി വന്നിട്ട്, അരവിന്ദനാണെങ്കിൽ വരുന്ന വഴിക്ക് തന്നെ മേ കമ്മിൻ ചോദിക്കുമ്പോൾ നമ്മുടെ രഞ്ജിതയാണെങ്കിൽ കയറി വരാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, ഇതാണ് മാനേഴ്സ്, ഇദ്ദേഹം എൻ്റെ ഹസ്ബൻഡാണ്, പക്ഷേ ഇവിടെ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരൊന്നുമില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് എന്നോട് അനുവാദം പോലും ചോദിക്കാതെ അകത്തോട്ട് കയറി വരാനുള്ള അവകാശമുള്ള, പക്ഷേ ആ ഒരു മര്യാദ നീ കാണിക്കണം എന്ന് പറയുകയായിരുന്നു. അപ്പം അരവിന്ദനാണെങ്കിൽ വല്ലാതെ അങ്ങോട്ട് പൊങ്ങുന്നുണ്ടല്ലോ. എന്നിട്ട് പറയുന്നുണ്ട് അത് അപ്പോൾ അരവിന്ദനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ രഞ്ജിതനെ, നീ അതായത് ഇവിടെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ നിയമങ്ങളൊക്കെ പാലിക്കണം, നമ്മൾ ചേരത്തിൽ നിന്ന് നാട്ടിൽ ചെന്ന് നടുക്കഷ്ണം കഴിക്കണം എന്നൊരു പ്രമാണം ഉണ്ടല്ലോ, അല്ലെ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ മോളെ ആദ്യം തൊട്ടേ തുടങ്ങിക്കോളാൻ പറയണം. അങ്ങനെ നമ്മുടെ പൂജയെ പുറത്തോട്ട് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്നിട്ട് പൂജ പുറത്തു പോയിട്ടാണെങ്കിൽ ഡോറ് തട്ടിയിട്ട് മേക്കമ്മി മാഡം എന്നൊക്കെ ചോദിച്ചിട്ട് അകത്തോട്ട് കയറുമ്പോൾ നല്ല കുട്ടി നല്ല അനുസരണ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ അരവിന്ദനാണെങ്കിൽ നമ്മുടെ പൂജയെ വല്ലാണ്ടങ്ങ് പൊക്കി പറയുന്നുണ്ട്. എന്നിട്ട് പൂജയ്ക്കാണെങ്കിൽ നമ്മുടെ 8ന്റെ പണി കൊടുക്കുകയാട്ടോ രഞ്ജിത. അന്നേരം നമ്മുടെ അരവിന്ദൻ വീണ്ടും പുറകെന്ന് പറയുന്നുണ്ട്, എനിക്ക് അപ്പോഴേ പൂജയെ വിളിച്ചപ്പോഴേ തോന്നിയായിരുന്നു പൂജയ്ക്ക് എന്തോ പണി കൊടുക്കാൻ വേണ്ടി വിളിച്ചത്. അപ്പോൾ രഞ്ജിത നമ്മുടെ അരവിന്ദന് വാണിംഗ് കൊടുക്കുന്നത്, നിങ്ങളോട് മിണ്ടായിരിക്കാൻ പറഞ്ഞൊരു മനുഷ്യ എന്ന് പറയുന്നുണ്ട്. അന്നേരം ആണെങ്കിൽ എന്നിട്ട് പിന്നെ രഞ്ജിത പറയുകയാണ് കേട്ടോ, രഞ്ജിത പൂജയ്ക്ക് കൊടുത്ത പണി എന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഞെട്ടിപ്പോട്ടെ. കഴിഞ്ഞ 5 വർഷത്തെ ബാലൻസ് ഷീറ്റും അതോടൊപ്പം തന്നെ മന്ത്ലി സ്റ്റേറ്റ്മെൻറ്റും ട്രയൽ ബാലൻസും ഇതെല്ലാം നീ പഠിച്ചിട്ട് എനിക്ക് അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഇന്ന് രാത്രി തന്നെ നീ എഴുതി തരണം എന്ന് പറയണം. അത് കേട്ട് നമ്മുടെ പൂജ ഞെട്ടിയാട്ടോ. മാഡം 5 വർഷത്തേന്ന് പറയുമ്പോൾ അത് ഒരുപാട് നാളത്തെ പഴക്കമില്ല, അതെങ്ങനെ ഞാൻ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് തീർക്കുന്നതെന്ന് പറയുമ്പോൾ രഞ്ജിത പറയുന്നുണ്ട്, അതൊന്നും നീ എനിക്ക് അറിയേണ്ട കാര്യമില്ല, നിന്നെ ഏൽപ്പിച്ച പണി നീ ചെയ്യണം, നീ പിന്നെ നമ്മുടെ എന്തിനാണ് വന്നേക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ പൂജയോട് വീണ്ടും തട്ടിക്കയറുന്നുണ്ട്. അപ്പോൾ അരവിന്ദൻ പറയുന്നുണ്ട്, ഇത്രയധികം പഴക്കമുള്ള ഫയൽസ്, അതായത് ഇത്ര വർഷത്തെ ഇത്രയും വലിയൊരു പണി ഒറ്റ ദിവസം കൊണ്ട് ആർക്കെങ്കിലും ചെയ്തു തീർക്കാൻ പറ്റുമോ രഞ്ജിതെന്ന് ചോദിക്കുമ്പോൾ അത് പറ്റുകയെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് കൊടുത്തതെന്നിങ്ങനെ പറയുമ്പോൾ, നീ ഇന്ന് എത്ര രാത്രി ആയാലും അത് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പൂജയ്ക്ക് വാണിംഗ് കൊടുക്കായിരുന്നു നമ്മുടെ രഞ്ജിത. എന്നിട്ട് അരവിന്ദനോട് പറയാൻ കേട്ടോ, അത് ഇവൾക്ക് ഇങ്ങനത്തെ പണി കൊടുത്താലും ഇവൾക്ക് ഇവിടെ നിന്ന് അങ്ങനെ പണി ഇട്ടിട്ട് പോകാനൊന്നും പറ്റത്തില്ല, അതുപോലത്തെ ഒരു 8ന്റെ പണിയല്ലേ നമ്മൾ അവൾക്ക് കൊടുത്തേക്കുന്നതെന്ന് പറയുന്നത്. കാരണം അവൾ ബോണ്ട് സൈൻ ചെയ്തിട്ട് ഇവിടെ കയറിയേക്കുന്നത്, അതുകൊണ്ട് തന്നെ അവൾക്ക് തോന്നിവാസത്തിന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ കമ്പനി പറയുന്ന നഷ്ടപരിഹാരം അവൾ തരേണ്ടി വരും. അതിന് അവൾക്കോ സുമിത്രയ്ക്കോ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നടക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയുകയായിരുന്നു. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ സുമിത്ര ആണെങ്കിൽ പൂജേനെ രാത്രിയായിട്ടും കാണാത്തൊരു ഭയങ്കര ടെൻഷൻ കേട്ടോ. പൂജയുടെ നമ്പറിലോട്ടൊക്കെ കുറേ തവണ വിളിക്കുന്നുണ്ടെങ്കിലും പൂജയെ കിട്ടാത്തതിൻ്റെ ആദ്യമായിരുന്നു സുമിത്ര. പൂജയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റിയോ അല്ലെങ്കിൽ ഓഫീസിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നം, കാരണം അവിടെ ഉള്ളത് രഞ്ജിതയും പങ്കജൊക്കെയാണെന്ന് സുമിത്രയ്ക്കും അറിയാം. അതുകൊണ്ട് സുമിത്ര വല്ലാണ്ട് ടെൻഷൻ അടിക്കട്ടെ. എന്നിട്ട് കുറേ തവണ നമ്മുടെ പൂജമ്മയുടെ നമ്പറിലോട്ട് വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് സുമിത്ര ഓർക്കുന്നത് അപ്പൂനെ ഒന്ന് വിളിച്ചു പറയുന്നത്, അപ്പൂനെ വിളിക്കണം, മോനെ അപ്പു പൂജമോൾ ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അപ്പു പറയുന്നുണ്ട്, അത് പിന്നെ അപ്പച്ചി അവൾ പിന്നെ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും തിരക്കൊണ്ട് ലേറ്റ് ആയതായിരിക്കും എന്ന് പറയുകയാണ്. അപ്പം സുമിത്ര പറയുന്നുണ്ട്, അതൊന്നുമല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെന്നെ വിളിച്ച് പറഞ്ഞുതരാം, ഞാനിപ്പോൾ അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നുണ്ട്. അത് ചിലപ്പോൾ ചാർജ് ചെയ്യാൻ മറന്നു പോയതാന്ന് പറയുമ്പോൾ, അങ്ങനെ ചാർജ് ചെയ്യാനുള്ള എല്ലാ സൗകര്യം ആ ഓഫീസിലുണ്ടല്ലോ, പിന്നെന്താ എനിക്കെന്തോ വല്ലാണ്ട് പേടിയാവുന്നു മോനെന്ന് പറയുമ്പോൾ, അപ്പച്ചി പേടിക്കേണ്ട, എന്നാൽ ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞ് അപ്പു അന്നേരം എന്നെ ഫോൺ വെച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിയാണ്. അപ്പോൾ അപ്പു അന്നേരം മനസ്സിൽ പറയുന്നുണ്ട്, ഇനി ആ പങ്കജ് എന്തെങ്കിലും അപകടത്തിൽ പെടുത്തിയതാണ് പൂജ, എങ്കിൽ ഇന്ന് അവൻ്റെ അവസാനം അടിക്കും, നീ അവനെ തീർക്കെന്ന് പറഞ്ഞ് അങ്ങനെ കരുതുള്ളിൽ തന്നെയായിട്ട് നമ്മുടെ അപ്പു പോണേ. അപ്പു പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിക്കുമെന്ന് കണ്ടറിയാം എന്തൊക്കെയാണ്. ഈ ഒരു സമയത്താണ് നമ്മുടെ പൂജ ഓഫീസിൽ നിന്ന് വർക്കൊക്കെ ചെയ്യുമ്പോൾ രാത്രി ഏത് സമയം പോയതൊന്നും അറിയുന്നില്ല കേട്ടോ. അപ്പോഴാണ് ഫോൺ എടുത്ത് ഇങ്ങനെ സമയം എന്തായാലും നോക്കാൻ വേണ്ടി തുടങ്ങും. അയ്യോ ഫോൺ ചാർജിൻ്റെ ഓഫായി പോയത് അറിഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഇത് എൻ്റെ അമ്മ ഇപ്പോൾ അറിഞ്ഞാൽ ടെൻഷൻ അടിക്കുന്നുണ്ടായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് വിളിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അവിടെ പവറൊന്നും, അതായത് ചാർജറൊന്നും കാണുന്നില്ല കേട്ടോ. എന്നാൽ ലാൻഡ് ലൈനിൽ നിന്ന് വിളിക്കാൻ നോക്കുമ്പോൾ ലാൻഡ് ലൈനും വർക്ക് ആകുന്നില്ല. ഇതെന്താ ഇങ്ങനെ, ഈ ഓഫീസിൽ എന്താ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പൂജൻ ടെൻഷൻ അടിക്കണം കേട്ടോ. അപ്പം നമ്മുടെ
പൂജയാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ഓർക്കട്ടോ, എന്നെ വർക്ക് നിർത്തിയിട്ട് പോയാലോ എന്ന് അമ്മയായിട്ടെങ്കിൽ ടെൻഷൻ അടിച്ചാലെന്ന് ഓർക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ വന്ന രഞ്ജിത മേഡത്തിൻ്റെ വായിരിക്കുന്ന മൊത്തം ഞാൻ കേൾക്കേണ്ടി വരും. അങ്ങനെ എന്നെ തോപ്പിക്കുക എന്ന് മാത്രമേ ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകത്തുള്ളൂ എന്ന് പറയണം. അപ്പോഴാണ് ഓഫീസിൻ്റെ വെളിയിൽ ഒരു കാൽപെരുമാറ്റം കേൾക്കുന്നത്. അപ്പോൾ നമ്മുടെ പൂജ ഒന്ന് പേടിക്കും. പിന്നെ അവർക്ക് ഇനി വല്ല സെക്യൂരിറ്റി ആയിരിക്കും, നൈറ്റ് റൗണ്ട്സിൽ വരെ ഇറങ്ങിയതാണെന്ന് കരുതി പൂജ പിന്നെ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുക കേട്ടോ. ഇത് വന്നത് നമ്മുടെ വേറെ ആരുടെ പങ്കജ് തന്നെയാണ്. പങ്കജിൻ്റെ ഉദ്ദേശം വേറെ ആണെങ്കിലും ഇപ്പോൾ കുറച്ച് നല്ലവിളിയായിട്ടുണ്ടോ പുള്ളിയുടെ നടപ്പൊക്കെ. ഏത് സമയത്താണ് നമ്മുടെ പങ്കജനകത്തോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പങ്കജ് ചോദിക്കുന്നുണ്ട് പൂജ പേടിച്ചു പോയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പേടിച്ചെന്നിരുന്ന് പറയുന്നുണ്ട്. പൂജ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് വർക്ക് ചെയ്യുന്നത്, ഇത് 2-3 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കേണ്ട വർക്കാണല്ലോ, വാ നമുക്ക് പോകാം, ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറയുമ്പോൾ വേണ്ട പങ്കജ്, എന്നെ ഈ ജോലി ഏൽപ്പിച്ചത് നിന്റെ അമ്മയല്ലേ, അതായത് മാഡമല്ലേ, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാനിത് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി പൂജയുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, ഞാനിവിടെ തന്നെ കാണും, എന്താവശ്യമുണ്ടെങ്കിലും പൂജ എന്നെ വിളിക്കാൻ മറക്കണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറേ സ്നേഹപ്രകടനമൊക്കെ ആയിട്ട് നമ്മുടെ പങ്കജ് പിന്നെയും പുറത്തോട്ട് പോകുക കേട്ടോ. ഈ ഒരു സമയത്താണ് സുമിത്രയ്ക്ക് വല്ലാണ്ട് ടെൻഷനാണ്. പൂജമോൾക്ക് എന്തെങ്കിലും പറ്റുമെന്നാണ് സുമിത്രയുടെ ടെൻഷൻ പൊത്തോ. അങ്ങനെ നിവർത്തിയില്ലാതെ സിമിയെ വിളിക്കുക കേട്ടോ. സിമിയെ വിളിച്ചിട്ട് പറയുകയാണ്, സിമി എനിക്ക് ആകെയുള്ളത്, സീമയെ വിളിക്കുക, സീമ എനിക്ക് ആകെയുള്ളത് പൂജമോളാണ്, പൂജമോൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് എനിക്ക് വല്ലാണ്ട് പേടിയാണ്, ഞാൻ ജീവിക്കുന്നത് തന്നെ അവൾക്ക് വേണ്ടിയാണ്, എനിക്ക് ഞാനും അവൾക്ക് ഞാനും അവൾക്ക് ഞാനും മാത്രമേ ഉള്ളൂ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചപ്പോൾ ഈ ലോകത്ത് ഞാൻ ജീവിച്ചിരുന്നിട്ട് തന്നെ കാര്യമില്ലെന്ന് പറഞ്ഞ് വല്ലാണ്ട് ടെൻഷൻ അടിക്കുമായിരുന്നു കേട്ടോ. ആ സമയത്താണെങ്കിൽ സീമ പറയുന്നുണ്ട്, ചേച്ചി അങ്ങനെ പൊട്ടി കരയാതെയൊക്കെ ഇരിക്കും, വിഷമിക്കൊന്നും ചെയ്യേണ്ട, അപ്പു പോയിട്ടുണ്ടല്ലോ, അപ്പു ഉടൻ തന്നെ അവളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരും, ചേച്ചി കരയൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുമിത്ര പറയുന്നുണ്ട് നമുക്കൊന്ന് നമ്മുടെ ഓഫീസ് വരെ പോയി നോക്കിയാലെന്ന് പറയുമ്പോൾ എന്തായാലും അപ്പു അവിടെ പോകുന്നുണ്ട്, അപ്പു ചെന്നിട്ട് വിളിക്കട്ടെ ചേച്ചി എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ രഞ്ജിത്തിനെ അരവിന്ദനെ കേട്ടോ. നമ്മുടെ രഞ്ജിതയ്ക്ക് അപ്പോൾ ഒരു കോൾ വരികയാണ്. കോൾ എടുത്ത് ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയേണ്ടെന്ന് പറയുകയാണ്. അതായത് നമ്മുടെ ആ ഒരു അജ്ഞാതം ഉണ്ട്, കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ്, അതായത് കത്തയച്ച ഒരു അജ്ഞാതം തന്നെയാണ് കേട്ടോ ഇത്തവണ കോളും വിളിച്ചിരിക്കുന്നത്. കോള് വിളിച്ചാണെങ്കിൽ അജ്ഞാതൻ്റെ ഭാഗം ഭീഷണി കേട്ടോ രഞ്ജിതയോട് പറയുന്നുണ്ട്, നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എങ്ങനെയാണ് ഒരു കമ്പനി സ്വന്തമാക്കിയെന്നും നിങ്ങൾ എന്തൊക്കെ കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും എല്ലാം എനിക്കറിയാമെന്നും അതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ടെന്നും പറയുകയാണ്. അപ്പോൾ രഞ്ജിത പറയുന്നുണ്ട്, ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉദ്ദേശമെങ്കിൽ അതിന് നീ വേറെ ആളെ നോക്ക്, അതിന് എന്നെ കിട്ടത്തില്ലെന്ന് പറയുമ്പോൾ മേഡം ഞാൻ പറയുന്നത് കേൾക്കേണ്ടി വരും, എനിക്ക് 10 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ തെളിവുകളെല്ലാം തന്നെ പുറം ലോകത്തിട്ടിടും, അതെങ്ങാനും പുറത്ത് വിട്ട് കഴിഞ്ഞാൽ മേഡത്തിന് പിന്നെ ഈ കമ്പനി പോയിട്ട് ഈ ഒരു ജീവിതം തന്നെ കാണരുതെന്ന് പറഞ്ഞ് നമ്മുടെ അജ്ഞാതൻ്റെ വക വമ്പ ഭീഷണിയൊക്കെ. അപ്പം നമ്മുടെ രഞ്ജിതയ്ക്ക് ഇതുവരെ കൂസലുണ്ട്. രഞ്ജിത പറയുന്നുണ്ട്, നീ എന്താണെന്ന് വെച്ചാൽ പോയി ചെയ്യാം, നിന്നെപ്പോൾ ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ള, ഇങ്ങനെ ഈസി ആയിട്ട് മണി ഉണ്ടാക്കാൻ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന നിന്നെപ്പോലുള്ള കുറേ എണ്ണം കാണും, അന്ന് അതിലൊന്നും വീഴുന്നവളല്ല ഈ രഞ്ജിത എന്ന് പറഞ്ഞ് നമ്മുടെ രഞ്ജിതയുടെ വക നമ്മുടെ അജ്ഞാതന് വാണിങ്ങി കൊടുക്കുക. അപ്പോൾ അജ്ഞാതം പറയുന്നുണ്ട്, അങ്ങനെയാണ് മേഡം നോക്കിക്കും, മേഡം എനിക്കൊരു ദിവസം പണം തരാൻ നിങ്ങൾ എന്തായാലും എന്റെ വാക്ക് കേൾക്കാതിരിക്കാൻ അവൾക്ക് അരവിന്ദന് ഒരു ചെറിയ ടെൻഷനൊക്കെ തോന്നിട്ട് അയാൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് നമ്മളെ രഞ്ജിത്ത് പറയുന്നത് കുറെ കാശുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരെ അങ്ങനെ ഇവന്മാര് പറയുമ്പോൾ തന്നെ കുറെ കൊണ്ട് പൈസ കൊണ്ട് കൊടുക്കും. പക്ഷെ ഞാൻ അത്ര കാര്യം നമ്മുടെ അരവിന്ദനോട് ചുമ്മാ വലിച്ചെറിയാനുള്ള പണമൊന്നും രഞ്ജിതയുടെ അങ്ങനെ ഒരുത്തനുണ്ടെങ്കിൽ അവൻ വെളിച്ചത്തോട്ട് അപ്പൊ നമുക്ക് വാക്കി നോക്കാം. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന പിന്നെ പൂജയൊക്കെ ജോലിയൊക്കെ തീർത്തിട്ട് പൂജ പോകാൻ പൂജ തീർത്ത് ഞാൻ പോവാന്ന് പറയുന്നത് ഇനിയിപ്പോ ഞാൻ ഈ സമയത്തിന് എനിക്ക് പോകാൻ പിന്നെ എനിക്കിവിടെ ഒരു ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ പിടിച്ചെന്ന് മാത്രമേ നീ കള്ളം പറയുന്നുള്ളൂ പറയുമ്പോൾ
സ്വഭാവം എനിക്കറിയാവുന്ന അപ്പൊ പൂജ പറയുന്നുണ്ട് പങ്കൊന്നും ചെയ്തിട്ടില്ല, അവനെ വിടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അപ്പനെ പിടിച്ചു വലിക്കൊണ്ട് നമ്മുടെ പൂജ പോവുകയാണ്. പറയുന്നുണ്ട് പങ്കജനോടായിട്ട്, ഇനിയെങ്ങാനും നീ ഇവിടെ തൊടാൻ വേണ്ടി ശ്രമിച്ച നീ എന്റെ വിവരം അറിയും, നിന്നെ ഞാൻ തന്നെ കൊല്ലുന്നൊക്കെ പറഞ്ഞ സംഭവം നല്ലടി കിട്ടിയിട്ടുണ്ട്. പങ്കജം തിരിച്ചു കൊടുക്കുന്നില്ല. പങ്കജന് വ്യക്തമാക്കുന്നത് ഇപ്പൊ ഞാൻ ഈ കല്ലൊക്കെ കൊണ്ടത് പൂജയുടെ മുമ്പ് ഞാൻ കുറച്ച് നല്ലവനായിട്ട് അഭിനയിക്കുവാണ്, അല്ലാതെ നിന്നെ തീർക്കുന്നു പറഞ്ഞിട്ട് ചെവിയിൽ ഇതിനുള്ള പണി ഞാൻ നിനക്ക് തന്നിരിക്കുന്നു, അവളും ഇതിനുള്ള പ്രതികാരം നീ അനുഭവിക്കുന്നു പറഞ്ഞ് സമയം പിന്നെ കാണിക്കുന്നത് സുമിത്രയാണ്. സുമിത്രയാണെങ്കിൽ വല്ലാണ്ട് വിഷമിച്ചിട്ട് സിമിയോട് പറയുന്നത് നമുക്കിന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത് ഞാൻ അപ്പൂനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്ന് പറയുമ്പോൾ സീമ പറയുന്നുണ്ട് ഞാൻ സീമ ഫോൺ വിളിക്കുന്നതായിട്ട് വീട്ടോട്ട് വരാൻ അപ്പൂനെ നമ്മുടെ പൂജ തട്ടിക്കലോട്ട്. നീ എന്തിനാ പങ്കജിനെ എത്ര നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്ന എന്നെ ചെയ്യാൻ ശ്രമിച്ചത് ഞാൻ കണ്ടതറിയുക. നീ പങ്കജിനെ ന്യായീകരിക്കാൻ പൂജ. അപ്പം പിന്നെ അവർ രണ്ടുപേരുടെ താഴെക്കായിട്ട് ഞാൻ തന്നെ വീട്ടിൽ പൂജ തന്നെ അപ്പൂനിൽ നിന്ന് പിണങ്ങി വീട്ടിലോട്ട് അവള് ജനിച്ചപ്പോ തന്നെ പൂജ വരുന്ന കാര്യം ഈ സമയത്ത് സീമ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ സുമിത്ര ഞെട്ടിക്കുന്നത്. കാരണം അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ചേച്ചി ചേച്ചിയുടെ ഹോസ്പിറ്റലുകളൊന്നും സെറ്റ് ചെയ്തത് ഈ വീടിനായിരുന്നു, അത് മറ്റാരോ അറിയണം. അങ്ങനെ വേറെ ആരോ ചേച്ചിയുടെ കുട്ടികളൊക്കെ സെറ്റ് ചെയ്ത് ചേച്ചിയെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ സുമിത്രയ്ക്ക് സംശയമാണ്. അങ്ങനെ അങ്ങനെ ആരെ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് ദീപുവിനെ വിളിച്ച് ഒഴിഞ്ഞു മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദീപുവിന് ചേർത്ത് നമുക്ക് വരും ദിവസങ്ങളിൽ പുറത്തറിയാൻ സാധിക്കുന്നത്. അപ്പം കുടുംബങ്ങളൊക്കെ അങ്ങനെ വ്യത്യസ്തമായിട്ടൊരു പ്രമേയമാണ് നമുക്ക്